ഹലോ ഇൻപ്രോക്സിയൻസ്. നമ്മളുടെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ് ഇന്ന് ഇനോഗ്രൽ ഡേ ആണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ക്ലാസ്സസ്. ഇന്ന് നമ്മളൊരു 4 മണിക്ക് നമ്മൾ ഈ വീഡിയോ എയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മളൊരു 3 സെഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഇനോഗ്രൽ സെഷൻ പോകുന്നത്. ആദ്യം പ്രത്യേകിച്ചും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും ക്യാമ്പസ് പ്രോപ്പറായിട്ട് പരിചയപ്പെടാനോ ക്യാമ്പസ് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ക്യാമ്പസ് ഇൻട്രൊഡക്ഷൻ നമ്മൾ തരുന്നുണ്ട്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അഡ്വൈസറി കൗൺസിൽ മെമ്പേഴ്സിനെയും ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMA കോഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 സെഷനാണ് നമ്മളുടെ ഇന്നത്തെ ഇനോഗ്രൽ സെഷനിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഡിഫറെൻറ്റ് സെഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം, എന്താണെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം പ്രത്യേകിച്ചും ഈ പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 21st സെഞ്ച്വറി ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഈ പാൻഡമിക് നമ്മളെ ഇതിലേക്ക് നിർബന്ധപൂർവ്വം എത്തിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ഇൻപ്രോക്സിനെ കുറിച്ചും ആദ്യം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഇൻപ്രോക്സിനെ കുറിച്ചൊന്ന് കാണാം. എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഇൻപ്രോക്സ്, എങ്ങനെയാണ് ഇൻപ്രോക്സ് എന്നുള്ളൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കും. എനിവേ നമ്മൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് സെഷൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മളുടെ ക്ലാസ് റൂമും ഇൻപ്രോക്സിൻ്റെ ബാക്കിയുള്ള ആംബിയൻസാണ് നമ്മളിതിൽ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളുടെ ക്ലാസ് റൂംസാണ്. നമ്മളുടെ ഇൻപ്രോക്സിലെ ഒരു ഇൻഡോർ ഗെയിമിംഗ് ഏരിയ ഉണ്ട്. ആ ഇൻഡോർ ഗെയിമിംഗ് ഏരിയ ആണ് ഇത്. ഇതാണ് നമ്മളുടെ ഇൻപ്രോക്സിൻ്റെ ക്ലാസ് റൂമുകളും ഇൻഡോർ സ്പോർട്സ് ഏരിയ. ഇനി ഇത് കൂടാതെ ഇതിൽ നമുക്കൊരു ഷട്ടിൽ കോർട്ട് ഉണ്ട്. ഇത്രയാണ് ഇൻപ്രോക്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്താണ് എന്നുള്ളത്. ശരിക്കും നമ്മൾ ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു 3 മാസം ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളാദ്യം പല നോർമൽ മീഡിയാസും യൂസ് ചെയ്തു. മീഡിയ മീൻസ് ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആപ്പും നമ്മൾ പരീക്ഷിച്ചു. അതിലൊക്കെ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഒന്ന്, നമ്മളുടെ അവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഒരു ഇഷ്യൂ. ഇൻ്റർനെറ്റ് കണക്ഷൻ ടൗൺ ഏരിയയിൽ തന്നെ പലർക്കും തടസ്സപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്ലാസ് ലൈവായിട്ട് എങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത് നമ്മളുടെ ഒരു ബ്രെയിൻ സ്ട്രോമിങ് സെഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ തയ്യാറാക്കിയത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ എത്തിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടാതെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാവർക്കും വളരെ കംഫർട്ടബിളായിട്ട് കാണാനുള്ളൊരു അവസരം ഇതിലുണ്ട്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിങ് സെഷനുകളെല്ലാം ലൈവായിട്ട് തന്നെ നടക്കും. അപ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ ലൈവ് ക്ലാസ്സിലൂടെ 1-to-1 ഇൻട്രാക്ഷൻ നടത്താനും പറ്റും. 2 എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ 100% വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറയുന്നത് FinXP, ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ ഓൺ കൺസൾട്ടൻസി ഫേമിൻ്റെ പേര് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, FinXP എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ആപ്പ് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ലിങ്കുകളായിട്ട് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് സെർച്ച് ചെയ്ത ആപ്പ് കിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഇന്ന് എല്ലാവർക്കും എത്തിച്ചു തരുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ആപ്പിൻ്റെ ലോഗോ എന്ന് പറയുന്നതാണ് ലോഗോ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, FinXP മീൻസ് യുവർ ഫിനാൻഷ്യൽ എക്സ്പേർട്ട്. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം.
നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു ബാച്ചിൽ ആഡായിട്ടുണ്ടായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഇതിൽ നമ്മളുടെ നോട്ട്സ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഒപ്പം തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളും ഈ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും തരുന്നത്. ഓക്കെ, ഇത് ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്, അതുപോലെ iOS പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ FinXPനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻപ്രോക്സിൻ്റെ അഡ്വൈസറി കൗൺസിൽ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, മൈസെൽഫ്, ഞാൻ തുടക്കത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരുന്നത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായാലും പരിചയപ്പെടണം. അതുകൊണ്ടാണ് മൈസെൽഫ് ജഗദീഷ് ഷേഡി, ഇൻപ്രോക്സിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടറാണ്, ആസ് വെൽ ആസ് ഇതിൻ്റെ അഡ്വൈസറി കൗൺസിൽ മെമ്പറും കൂടിയാണ്. ഓക്കെ, ഞാൻ CMA ക്വാളിഫൈഡ് ആണ്, 10 കൊല്ലമായി CMA ക്വാളിഫൈഡ് ആയിട്ട് ഫെല്ലോ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. എനിക്ക് ഐ ഹാവ് മൈ ഓൺ പ്രാക്ടീസിങ് ഫേം ആസ് വെൽ ആസ് മൈ കൺസൾട്ടൻസി. ഓക്കെ, ദെൻ സെക്കൻഡ് ഡയറക്ടർ CA Rajiv. He is a practicing chartered accountant as well as he is one of the director of this particular institute. Third one, CFA Ashwin Matthew. CFA അത്ര ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക്. He's completed his CFA from USA. Then he completed General Manager Diploma from IIM Ahmedabad. He is also one of our director. ഓക്കെ, നമ്മുടെ അടുത്ത അഡ്വൈസറി കൗൺസിൽ മെമ്പർ എന്ന് പറയുന്നത് CMA മുകേഷ് കുമാർ. ഹീസ് ഓൾസോ എ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ആളെ കാണാം. ഹീസ് അബു നബീൽ. ഹീസ് ഓൾസോ എ CMA ബട്ട് CMA USA. ഹീസ് ഓൾസോ അസോസിയേറ്റിംഗ് വിത്ത് അസ്, നമ്മളുടെ ഫാക്കൽറ്റി മെമ്പറും കൂടിയാണ്. ആൻഡ് ലാസ്റ്റ്ലി മിസ്റ്റർ മുസമിൽ. ഹീസ് ഓൾസോ എ ഫാക്കൽറ്റി മെമ്പർ. നിങ്ങൾക്ക് ഇവരെല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് റൂം സെഷനുകളിൽ നമുക്ക് പരിചയപ്പെടാം. എനിവേ, ഇവർക്ക് എല്ലാവർക്കും ഇവിടെ ഫിസിക്കലി, ബിക്കോസ് ഓഫ് ദിസ് പാൻഡമിക് സിറ്റുവേഷൻ, ഇവർക്ക് എല്ലാവർക്കും ഇവിടെ ഫിസിക്കലി എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഓരോ വോയിസ് നോട്ട് വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതിന് മുന്നായിട്ട് നമുക്കിവിടെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ് CMA ഇന്ത്യ. അതിൽ CMA ഇന്ത്യ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ഇൻപ്രോക്സിലെ CMA എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിൽ നിങ്ങൾ എപ്പോഴാണ് CMAയുടെ എക്സാം എപ്പോഴാണ് എഴുതാൻ പോകുന്നത്, ഇവിടുത്തെ ട്രെയിനിങ് സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ഫൈനലിന് മുന്നുള്ള ട്രെയിനിങ് എങ്ങനെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണേ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ തന്നെ ഡയറക്ടറായിട്ടുള്ള CA രാജീവ് സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ജസ്റ്റ് പറഞ്ഞു. ഹീസ് എ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ഇൻവൈറ്റ് അവർ രാജീവ് സാർ. രാജീവ് സാറിൻ്റെ സെഷൻ കഴിഞ്ഞാൽ ഞാൻ അഗെയിൻ ലാസ്റ്റ് നമുക്ക് ചെറിയൊരു ബ്രീഫിങ്ങിന് ഒന്നും കൂടി ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഓൺ ഫാക്കൽറ്റി മെമ്പർ ഡയറക്ടർ CA രാജീവ് സാർ. താങ്ക് യു സാർ. ഹായ്, വെൽക്കം ടു ഓൾ. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഫ്യൂച്ചർ പ്രൊഫഷണൽസാണ്. അപ്പോൾ ഇനി ഭാവിയിൽ CMAക്കാരാവേണ്ട ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എന്താണെന്ന് അറിയണം. കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ ഈ കോഴ്സ് എന്താണെന്നും ഇതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇൻപ്രോക്സ് എങ്ങനെയാണ് ഈ പറയുന്ന കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റഡി പാറ്റേൺ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, ട്രെയിനിങ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു 15 months ട്രെയിനിങ് പറയുന്നുണ്ട്. ആ ട്രെയിനിങ് അടക്കം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു തരിക, അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി വരുത്താനാണ് നമ്മൾ ഈ പറയുന്നൊരു ഇനോഗ്രൽ സെഷനിൽ ഇങ്ങനൊരു സെഷൻ വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പ് ജനറലി പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവും. പലരും അടുത്തുള്ളവരും അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ പാരൻസ്, അങ്ങനെ പലരും നിങ്ങളോട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. കുറേയൊക്കെ ശരിയുള്ളതായിരിക്കാം, കുറേയൊക്കെ ശരിയല്ലാത്തതുണ്ടാവാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആക്സെപ്റ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നൊരു കോഴ്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ നമുക്കറിയുന്നൊരു കാര്യം, പലരും പറഞ്ഞു കേട്ടുള്ളത് ഇത് ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ്,
എന്താ പറയുക പാസ്സാവില്ല, പാസ് പെർസെൻറ്റേജ് കുറവാണ്. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെയുള്ള എന്തൊക്കെയാണോ കേൾക്കുന്നത് അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ കോഴ്സ് നിങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങളിത് പാസ്സാവാനാണ് നോക്കേണ്ടത്. ഇത് പാസ്സാവാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കമില്ലാത്തൊരു കാര്യമാണ്. അത് എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഒരു ഗൈഡ് ലൈൻ എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കിത് പാസ്സാവാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ എത്ര പേര് ഇന്ത്യയിൽ ഇത് പാസ്സാവുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര പേര് പാസ്സായി, അല്ലെങ്കിൽ തൃശ്ശൂർ എത്ര പേര് പാസ്സായി, അവർ പാസ്സായി അതുകൊണ്ട് ഞാൻ പാസ്സായില്ല, അതൊന്നും ഇവിടെ ഒരു മാറ്ററല്ല. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അതൊന്നും നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എടുക്കില്ല, അതായത് പഠിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം. അത് മാക്സിമം എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ചെയ്യുക. അതിനെ ഒരു പ്രത്യേക തരത്തിലുള്ള കണക്കോ ഒന്നും വേണ്ട. ഇത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന് 18 മണിക്കൂർ പഠിക്കണം, നാളെ ഞാൻ പഠിച്ചില്ല അതിൻ്റെ അപ്പോൾ അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, എല്ലാ ദിവസവും പഠിക്കുക, ആ കാര്യം മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഈ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ വിശദമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് തന്നെ പഠിക്കുക. എന്തൊക്കെയാണോ ഫാക്കൽറ്റീസ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മാത്രമല്ല പ്രോബ്ലംസ് എന്തുണ്ടെങ്കിൽ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. പഠിപ്പിക്കുന്നത് എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല ഞങ്ങൾ തരുന്ന നോട്ട്സ് എന്തൊക്കെയാണോ ആ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ 2021 ജൂണിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഒരു സംശയവും വേണ്ട, നിങ്ങൾ പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, അടുത്ത് ജൂൺ 2021 നമ്മൾ നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിക്കാൻ പോകുന്നത്. ആ ജൂണിൽ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് എക്സാം എഴുതും. ദെൻ ഡിസംബർ 2021 നിങ്ങളിതിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാം എഴുതും. ഇങ്ങനെ 2 എക്സാമാണ് നിങ്ങൾ ഇൻ്റർമീഡിയറ്റിന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്യാനുള്ള കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേ അതെങ്ങനെ ചെയ്യണം, അത് വേണ്ടത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നൊരു ടൈം എടുത്തുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 100% ബെനിഫിറ്റും നിങ്ങൾക്ക് തന്നെ കിട്ടാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ജൂണിലേക്കാണ് നിങ്ങൾ എക്സാം എഴുതുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഇപ്പോഴേ ലേസി ആവാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ബികോമിന് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും ഇവിടെ ഒരു മാറ്ററല്ല. അവിടെ പഠിച്ച പോലെയും അല്ല ഇവിടെ പഠിക്കേണ്ടത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടപ്പോഴാണെങ്കിലും നിങ്ങളുടെ അവിടെ നിന്ന് നമ്മൾ ക്ലാസ്സുകൾ തന്നപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ +2 ആണെങ്കിലും ബികോം ആണെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് എക്സാമിന് മുമ്പത്തെ ഒരു 2-3 ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കുന്നു, പോയി എക്സാം എഴുതുന്നു, അത് പാസ്സായി പോരുന്നു. പക്ഷേ ആ രീതിയിൽ ഒരിക്കലും ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അതിൻ്റേതായൊരു സീരിയസ്നെസ് കൊടുത്തിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളാണ് നാളത്തെ ഒരു പ്രൊഫഷണൽ. അതായത് ഒരു സ്ഥാപനം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതിൻ്റെ ഒരു ടോപ്പ് പൊസിഷനിൽ ഇരിക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായൊരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പറയുന്ന സ്ഥാപനത്തിന് നിങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ആ ഫോൾട്ട് എന്താണോ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ പറയുന്നൊരു സ്ഥാപനത്തിനാണ്. ഒരിക്കലും അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ആക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം പഠിക്കാനായിട്ട്. അത് വെറുതെ ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നാളൊരു പ്രൊഫഷണലാവാൻ പോകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ തരുന്ന പ്രാക്ടിക്കൽ നോളജ് എന്താണോ അതുപോലെ തന്നെ ഈ പറയുന്ന ബുക്കിലുള്ള കാര്യങ്ങൾ, നമുക്ക് കോഴ്സ് പാസ്സാവാൻ വേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇത് രണ്ടും കൂടി ഒരു കമ്പൈൻഡായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ നാളത്തെ ഒരു കോമ്പറ്റിറ്റീവായിട്ടുള്ളൊരു പ്രൊഫഷണലായിട്ട് മാറുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് തൊട്ടേ നിങ്ങൾ തന്നെ തയ്യാറെടുക്കുക. നിങ്ങൾ മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും നിങ്ങൾ തന്നെ അതിന് വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്ത് ആ രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കാണെങ്കിലും നാളെ ഇവിടെ നിന്ന് ഇറങ്ങി ഇത് കഴിഞ്ഞൊരു ജോബിന് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രോഗ്രസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ വെറുതെ വായിച്ചു പഠിച്ചു എക്സാം എഴുതി പാസ്സായി അതുകൊണ്ട് നാളെ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല.
പിന്നെ ഇതിൻ്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100% ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. ഒരു സംശയവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇനി വേണ്ട. ഇനി ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. അതൊക്കെ ഇപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എന്താണോ അതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ ലെവലിലുള്ള ഡൗട്ടുകൾ അത് മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഇത് പാസ്സാവാൻ പറ്റുമോ, എങ്ങനെയാണ് ഇത് പെട്ടെന്ന് പാസ്സാവുക, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. പെട്ടെന്ന് പാസ്സാവാൻ ഒറ്റ വഴി ഇതിനുള്ളൂ, പഠിക്കുക എന്നുള്ളത്. അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പറയുന്ന കോഴ്സ് ഡിസൈനിൽ 2 കാര്യങ്ങളാണ് നമ്മളിതിൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഈ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും. മറ്റൊന്ന്, ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ട്രെയിനിങ് എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രെയിനിങ്ങിലേക്ക് വരാം. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമ്മളുടെ കുട്ടികളുടെ ഇടയിലുണ്ട്. അതിപ്പോൾ പലയിടത്തും പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവാം. എല്ലാവരുടെ ഇടയിലും ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എന്താണ് ട്രെയിനിങ് എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ട്രെയിനിങ്. മാത്രമല്ല ആ ട്രെയിനിങ്ങിന് ഞങ്ങൾ എന്താണ് ചെയ്തു തരാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇനി കമ്മിങ് ഡിസംബറിലേക്ക്, അതായത് ഇപ്പോൾ അടുത്ത ഡിസംബറിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. ആ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറയണത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, CMA ഫൈനൽ എക്സാം നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ 15 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിർബന്ധമാണ്. ഇവിടെ ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ള വേർഡല്ല ഉപയോഗിക്കുന്നത്. CA എന്നുള്ള കോഴ്സാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണാം ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആ പറയുന്നൊരു ട്രെയിനിങ്ങിനെ അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ള രീതിയിലല്ല പറയണത്. ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. 15 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് നിങ്ങൾക്ക് എല്ലാവരും ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലോ നിങ്ങളെല്ലാവരും തന്നെ വിസിറ്റ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ട്, ICMAI.in. ICMAI.in നമ്മൾ CMA പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ പറയുന്ന വെബ്സൈറ്റ് ഉണ്ടോ, അതിലെന്തൊക്കെയാണ് പറഞ്ഞുള്ളത് ആ കാര്യങ്ങൾ നിങ്ങളറിയേണ്ട കാര്യങ്ങളാണ്. ആ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഫർദർ ഒരു ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കാര്യം 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു CMA ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട ട്രെയിനിങ് എന്നുള്ളത് 3 വർഷത്തെയാണ്. പക്ഷേ ഈ 3 വർഷത്തെ ട്രെയിനിങ് ഏതെങ്കിലും ഒരു കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കീഴിൽ പോയി ചെയ്യേണ്ട ട്രെയിനിങ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ശരിക്കും പറയണത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് എപ്പോഴാണോ നിങ്ങൾ പാസ്സാവുന്നത് അന്ന് മുതൽ ഒരു 15 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഫൈനൽ കഴിഞ്ഞ് ബാക്കിയുള്ള ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയണേ. പക്ഷേ ആ പറയുന്ന ട്രെയിനിങ് നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് CMA എന്നുള്ള കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഈ 3 വർഷത്തെ വേണമെങ്കിൽ 3 വർഷത്തെയും അല്ലെങ്കിൽ 15 മാസത്തെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റിമൈനിങ് മന്ത്സ് എത്രയാണോ അത്രയും നാളത്തേക്കുള്ളത് നമ്മളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, നമ്മളൊരു ജോബിന് കയറി കഴിഞ്ഞാൽ ആ ജോബിനെ നമ്മൾ ട്രെയിനിങ് ആയിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാലറീഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായിട്ട് കണക്കാക്കിക്കോളും, ട്രെയിനിങ് ആയിട്ട് കണക്കാക്കിക്കോളും. നമുക്ക് ആ 3 വർഷത്തെയും ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയാലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പർ ആവുള്ളൂ. അപ്പോൾ ഫൈനൽ പാസ്സായി കഴിഞ്ഞാൽ 15 മാസത്തെ ട്രെയിനിങ് ആണ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവുക. അത് കഴിയുന്ന സമയത്ത് നമ്മൾ പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അത് വെച്ച് നമുക്ക് ജോബിന് കയറാം. നമ്മൾ എത്രയാണോ നിങ്ങളോട് പറഞ്ഞുള്ള സാലറി, ആ പറയുന്നൊരു മിനിമം സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ളൊരു സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. ദെൻ ആ ജോബിലിരുന്നു കൊണ്ട് ആ ജോബിനെ ഇവിടെ ട്രെയിനിങ് ആയിട്ട് കൗണ്ട് ചെയ്തോളും. അത് ബാക്കി 3 വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവാൻ ബാക്കി എത്രയാണ് വേണ്ടത് അതുകൂടി അതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പറായി മാറി. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോണത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കഴിയുന്നത് വരെയും ട്രെയിനിങ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ എന്നാണോ നമ്മൾ ഇൻ്റർമീഡിയറ്റ് പാസ്സാവുന്നത് അന്ന് മുതൽ ഒരു 15 മാസത്തെ ട്രെയിനിങ് ആണ് പറയുന്നത്. പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും
പ്രാക്ടീസിങ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, അതായത് പ്രാക്ടീസിങ് CMA. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാക്ടീസിങ് CMAയുടെ ആളുടെ ഫേമിൽ ട്രെയിനായിട്ട് നമുക്ക് കയറാം. ആൾ ചെയ്യുന്ന ഓഡിറ്റ് വർക്കുകൾ ഏതൊക്കെയാണോ, കോസ്റ്റ് ഓഡിറ്റ് വർക്കുകൾ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ ആളുടെ കൺസൾട്ടൻസി വർക്കുകൾ ഏതൊക്കെയാണോ, അതിൽ നമുക്ക് ട്രെയിനായിട്ട് ആളെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ആളുടെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് 15 മന്ത്സിൻ്റെ ട്രെയിനിങ് നമുക്ക് കംപ്ലീറ്റ് ആക്കാവുന്നേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറയുന്ന പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ട്രെയിനായിട്ട് പോകാം. ദെൻ അദ്ദേഹം ഇഷ്യൂ ചെയ്യുന്ന പ്രാക്ടീസിൻ്റെ, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ 15 മന്ത്സിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോബിന് കയറാം, അല്ലെങ്കിൽ ട്രെയിനായിട്ട് കയറാം. അവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതായത് അക്കൗണ്ടിങ് ആസ്പെക്റ്റിൽ നിങ്ങൾ ചെയ്യുന്ന സർവീസ് എന്താണോ അതിന് ട്രെയിനിങ് ആയിട്ട് കണക്കാക്കും. ആ ചെയ്യുന്ന ജോബിനെയും ട്രെയിനിങ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് 15 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിന് പോകാവുന്നേ ഉള്ളൂ. 15 മാസമാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് CMAയുടെ ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയണത്. അപ്പോൾ ഇതിൽ ഇൻപ്രോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻപ്രോക്സിൻ്റെ ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ പൂൾ എടുത്തു കഴിഞ്ഞാലും ഫാക്കൽറ്റി പൂൾ എടുത്താലും ഇവിടെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷൻസ് ഉണ്ട്. നേരത്തെ ജഗദീഷ് സാർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഒരു FinExp എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു. മാത്രമല്ല നിങ്ങളുടെ ആപ്പ്, അതായത് ലേണിംഗ് ആപ്പ്, ഈ ലേണിംഗ് ആപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. അതിൽ FinExp എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ FinExp എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ ഒരു കൺസൾട്ടൻസി ഏരിയയാണ്, ഒരു കൺസൾട്ടൻസി ഫേമാണ്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നിവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ, അതായത് നമ്മളുടെ ക്ലയൻറ്റ്സ് വരുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് വർക്കുകൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി വർക്കുകൾ, പ്രൊജക്റ്റ് വർക്കുകൾ, അങ്ങനെയുള്ളത് നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫേം അവിടെയുണ്ട്. മാത്രമല്ല ഞാനൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. തൃശ്ശൂർ തന്നെയാണ് എൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല നമ്മളുടെ മറ്റൊരു ഡയറക്ടറാണ് ജഗദീഷ് സാറാണെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റാണ്. ടീച്ചിങ് മാത്രമല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ മാത്രമല്ല, അതുകൂടാതെ പ്രാക്ടീസിങ്ങിൽ നിൽക്കുന്ന ഒരാളാണ് ജഗദീഷ് സാറ്. ആൾക്കാണെങ്കിലും ഒരു കോസ്റ്റ് ഓഡിറ്റ് ഫേം ഉണ്ട്. അപ്പോൾ ആ ഫേമിലാണെങ്കിലും ഈ കോസ്റ്റ് ഓഡിറ്റ് വർക്കുകളും അതുപോലെ തന്നെ കൺസൾട്ടൻസി വർക്കുകളും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനൽ ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫൈനൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിറങ്ങിയിട്ട് ജോബ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫേമുകളിലേക്ക് ആദ്യമേ നമ്മൾ അവർക്ക് വേണ്ട ട്രെയിനിങ്ങിന് വേണ്ട ഫെസിലിറ്റി എന്താണോ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ക്ലയൻസിൻ്റെ ഇടയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ആദ്യം തന്നെ അവിടുത്തെ കൺസൾട്ടൻ്റ് ആരാണോ, അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻ്റ് ആവാം, അതുമല്ലെങ്കിൽ അവിടുത്തെ ഓഡിറ്റർ ആരാണോ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ ആരാണോ, അവരുടെ അടുത്തേക്കാണ് വേക്കൻസി ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ വരുന്ന വേക്കൻസീസ് ആണെങ്കിലും ആ ലീഡ് ഏതാണോ അതും ഞങ്ങൾ നിങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും, ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ക്ലയൻറ്റിൻ്റെ അവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് എംപ്ലോയി ആയിട്ട് കയറണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി ഇൻപ്രോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെയുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏതൊരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇൻപ്രോക്സിനെ അതിൽ നിന്നും കുറച്ചുകൂടി മുന്നിലേക്ക് നിന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രാക്ടിക്കൽ സെഷനും കൂടിയിട്ടാണ്. അതായത് കുട്ടികൾക്ക് ട്രെയിനിങ്ങും കൊടുക്കുക. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും എവിടെയെങ്കിലും ജോബിന് കയറിയാലും എന്താ പറയുക, അപ്പോൾ ആ സമയത്താണെങ്കിലും നിങ്ങൾക്ക് വരാവുന്ന ഡൗട്ടാണെങ്കിലും ഏത് സമയത്താണെങ്കിലും വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രാക്ടിക്കൽ ലെവലിലുള്ളത്. അതായത് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരു കാര്യം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കാം. നമ്മൾ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു. ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് നമ്മളൊരു നല്ല രീതിയിലൊരു പ്രൊഫഷണലാവുക എന്നുള്ളത് നടക്കില്ല. അപ്പോൾ അതിന് കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രാക്ടിക്കൽ നോളജും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ. അതും ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പ്രാക്ടീസ് ചെയ്താലോ വർക്ക് ചെയ്താലോ കിട്ടാൻ പോകുന്ന കാര്യങ്ങളില്ല. വർഷങ്ങളോളം ആ പറയുന്ന വർക്കുകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും പല രീതിയിലും നമ്മൾ
ആർജിച്ചെടുക്കുന്നൊരു അറിവാണത്. അപ്പോൾ അതാണെങ്കിലും നമ്മൾ ഈ പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മറ്റുള്ള ഒരു എന്താ പറയുക, മറ്റുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻപ്രോക്സിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ്, ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വരാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അങ്ങനെ ട്രെയിനിങ്ങിന് കയറുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗുണം കൂടിയും കിട്ടും. ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ CMA ഫൈനൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫൈനലിൻ്റെ കോഴ്സ് ബ്രേക്ക് ആവാതെ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ട്രെയിനിങ് ടൈമും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയൊരിക്കലും ഈ പറയുന്ന ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും വേണ്ട. എത്രയും പെട്ടെന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സാവുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം നിങ്ങളിലുണ്ടായാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇനി ഇതിൽ വേറെ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ, വേറെ ഏതെങ്കിലും രീതിയിൽ കേൾക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ എന്തായാലും കോൺടാക്റ്റ് നമ്പറുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു നുണ അത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അത് ഫോളോ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് കേട്ട് കഴിഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരാം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ വെബ്സൈറ്റ് ID പറഞ്ഞു തന്നിരുന്നു. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഇത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ള രീതിയിൽ പോവുക. ഇതാണ് ട്രെയിനിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ട്രെയിനിങ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് പറയാനുള്ളത് നമുക്ക് നമ്മളുടെ സിലബസിനെ പറ്റിയിട്ടാണ്. എന്താണ് സിലബസ്, എങ്ങനെയാണ് പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കിനി അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഫൗണ്ടേഷൻ അറിയാലോ. നിങ്ങളിനി ചെയ്യേണ്ടാത്തൊരു കോഴ്സാണ് ഫൗണ്ടേഷൻ. അതായത് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ്. ഓൾറെഡി നിങ്ങൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഫൗണ്ടേഷൻ എന്നുള്ളൊരു കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ നേരിട്ട് ഇൻ്റർമീഡിയറ്റിലേക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഇൻ്റർമീഡിയറ്റിൽ നമുക്ക് വരുന്ന പേപ്പറുകൾ എന്ന് പറയുന്നത് 2 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പാണുള്ളത്. 2 ഗ്രൂപ്പിലും ഓരോ ഗ്രൂപ്പിലും 4 പേപ്പർ വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഗ്രൂപ്പ് 1 എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 പേപ്പറുകളാണ് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ ലോ ആൻഡ് എത്തിക്സ്, ദെൻ ഡയറക്റ്റ് ടാക്സേഷൻ, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ 4 പേപ്പറാണ് നമുക്ക് ഗ്രൂപ്പ് 1 പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ദെൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ ഇൻഡയറക്റ്റ് ടാക്സേഷൻ, ദെൻ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഇങ്ങനെ 8 പേപ്പറാണ് നിങ്ങളുടെ മുമ്പിൽ ഇൻ്റർ പാസ്സാവാൻ വേണ്ടി നിൽക്കുന്ന 8 പേപ്പർ എന്ന് പറയുന്നത്. ഈ 8 പേപ്പറാണ്. ഈ 8 പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു. സെമി ക്വാളിഫൈഡ് CMA എന്നാണ് പറയുക. അപ്പോൾ ഇതിനി എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എക്സാം വരുന്നത് നോർമലി ജൂണിലും ഡിസംബറിലുമാണ് എക്സാം വരിക. ഒരു തരത്തിലും അതിൽ മാറ്റങ്ങൾ വരാറില്ല. അപ്പോൾ ജൂണിലും ഡിസംബറിലും നമുക്ക് എക്സാംസ് നടക്കും. ജൂൺ 10, ഡിസംബർ 10 എന്നുള്ള ഡേറ്റിലാണ് വരിക. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റ് 2 മാസം കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് റിസൾട്ടും വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ ഗ്രൂപ്പ് 1 4 പേപ്പർ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ +1 തൊട്ടേ പഠിച്ചു വരുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് തൊട്ടാണ് തുടങ്ങുന്നത്. അതിൽ പഠിക്കാൻ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ബേസിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുള്ള കുറച്ച് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതുപോലെ സിംഗിൾ എൻട്രി, അതുപോലെ ബ്രാഞ്ച് അക്കൗണ്ട്, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സൊക്കെ കൂട്ടിയതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളത്. 100% പ്രോബ്ലം പേപ്പറാണ് വരുന്നത്. ദെൻ അടുത്തൊരു പേപ്പർ എന്നുള്ളത് ലോസ് ആൻഡ് എത്തിക്സ് എന്നുള്ളൊരു പേപ്പറാണ്. ഇത് 100% തിയറി പേപ്പറാണ്, തിയറി ബേസ്ഡ് പേപ്പറാണ്. കുറച്ച് ലോസാണ് നമ്മൾ പഠിക്കുക. എത്തിക്സ് എന്നുള്ളത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ലോസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്. അതായത് കോൺട്രാക്റ്റ് ആക്ട്, കമ്പനീസ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അങ്ങനെയുള്ള കുറച്ച് ആക്റ്റുകൾ കുറച്ച് ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആക്റ്റുകൾ, അതുപോലെ തന്നെ
ഇൻഡസ്ട്രിയൽ ലോസ് കുറച്ചുണ്ട്, അതുപോലെ തന്നെ ലേബർ ലോസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ലോസാണ് നമ്മൾ പേപ്പർ 7 നമ്മൾ കാണാൻ പോകുന്നത്. മാത്രമല്ല അടുത്തൊരു പേപ്പർ എന്നാൽ ഡയറക്റ്റ് ടാക്സേഷനാണ്. ഓൾറെഡി നിങ്ങൾ കുറച്ച് നമ്മൾ ബികോമിനെ 5th സെമ്മിലും 6th സെമ്മിലായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഡയറക്റ്റ് ടാക്സേഷൻ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സേഷൻ നമ്മൾ ഇൻകം ടാക്സ് ആണ് നമ്മൾ പഠിക്കുക. അതാണ് നമ്മളിവിടെ കാണാം. അത് അത്യാവശ്യം കാര്യങ്ങൾ 5 ഹെഡ്സ് വരെയുള്ളത്, പിന്നെ അസസ്മെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരെയുള്ളതാണ് നമ്മൾ കാണാം. ദെൻ അടുത്തൊരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കുറച്ചൊക്കെ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അതും അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കുറച്ച് ഏരിയ കൂടി കൂട്ടിയതാണ്, കമ്പൈൻ ചെയ്തുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുക മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്, പ്രോസസ് കോസ്റ്റിംഗ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയയും കൂടി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാണും. അപ്പോൾ ഇതൊന്നും ഈ സബ്ജക്റ്റുകൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാം ബേസ് തൊട്ട് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇനിയിപ്പോൾ സയൻസ് കഴിഞ്ഞ് വന്നുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇതൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന എല്ലാതിൻ്റെയും ബേസ് തൊട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. ഇനിയിപ്പോൾ സയൻസ് എടുത്തിട്ടുള്ള സയൻസ് കഴിഞ്ഞിട്ട് വന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അയ്യോ മറ്റുള്ള കുട്ടികൾക്ക് അത് കിട്ടും, അവർ ബേസ് +2 തൊട്ടേ പഠിക്കുന്നതാണ്. ഒന്നുമില്ല, നമ്മളെല്ലാവരും ഇതെല്ലാം ബേസ് തൊട്ട് തന്നെയാണ് പഠിക്കുക. നിങ്ങൾക്ക് അത്രയും ബേസിൽ നിന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. അതിലൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ 4 പേപ്പറാണ് ഗ്രൂപ്പ് 1 ഇപ്പോൾ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന 4 പേപ്പറാണ്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് 2 ആണുള്ളത്. ഗ്രൂപ്പ് 2 ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അതിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ കുറച്ച് തിയറിയും കുറച്ച് പ്രോബ്ലമാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് 100% തിയറിയാണ്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേപ്പർ 10 എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ എന്താണോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇവിടെ പഠിച്ചത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നത്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ഒക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നൊരു പേപ്പറുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളതാണ് പേപ്പർ 10 എന്ന് പറയുന്നത്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പ്രോബ്ലം പേപ്പർ തന്നെയാണ്. പഠിക്കാനാണെങ്കിലും നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു പേപ്പറൊന്നുമല്ല. മാത്രമല്ല പേപ്പർ 11 എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സേഷനാണ്. ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ നമ്മൾ കാണുക 2 ആക്റ്റുകളാണ്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നുള്ള GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് എന്ന് പറയുന്നത് GST ആണ് നമ്മളിതിൽ കാണുന്ന ഒരു ഏരിയ. രണ്ടാമത്തെ ഏരിയ എന്നുള്ളത് കസ്റ്റംസ് ആണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയറും അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എങ്ങനെയാണ് വരിക, അതിൻ്റെ ലെവി കളക്ഷൻ പേയ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ നമ്മൾ കാണുക. ദെൻ പേപ്പർ നമ്പർ 12 ഉണ്ട്. പേപ്പർ നമ്പർ 12 വരുന്നത് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നുള്ള പേപ്പറാണ്. പകുതി തിയറിയും പകുതി പ്രോബ്ലമാണ്. അതായത് കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ കാണുന്നത് ഓൾറെഡി നിങ്ങൾ BCom കണ്ടിട്ടുള്ളതാണ് ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഷെയറിൻ്റെ ഇഷ്യൂ, ഫോർഫീച്ചർ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ, ഡിബഞ്ചറിൻ്റെ റിഡംഷൻ, ബൈബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം കൂട്ടിയതാണ് കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഏരിയ വരുന്നത്. ദെൻ അപ്പുറത്ത് നിങ്ങൾ BCom ഇതുപോലെ കണ്ടിട്ടുള്ള പേപ്പർ തന്നെയാണ് ഓഡിറ്റ്. BCom കണ്ട പോലെയല്ല നമ്മൾ പഠിക്കുക, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓഡിറ്റ് എന്നുള്ള പേപ്പർ കാണുക, തിയറിയാണ്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് പേപ്പർ നമ്പർ 12 പറയുന്നത്. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അറിയോ അറിയില്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ ഇതിലത്തെ പലതിലത്തെയും പല ഏരിയകളും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ നമ്മളിവിടെ എല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്കിതൊന്നും അറിയില്ല, നിങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ബേസ് തൊട്ട് തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരിക. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ പഠിക്കും, എക്സാം എഴുതും, പാസ്സാവും. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. മാത്രമല്ല ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ എക്സാം പാറ്റേൺ ആണ്. എക്സാം പാറ്റേൺ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് വൈസ് ആണ് എക്സാം. നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് എഴുതാൻ പറ്റുക. ഒരു ഗ്രൂപ്പിൽ 4 പേപ്പറും ഒരുമിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ BCom പഠിച്ച് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഇൻഡിവിജ്വലി
പാസ്സായി വരുന്നൊരു സ്കീം ഇവിടെ ഇല്ല. ഈ ഒരു ഗ്രൂപ്പ് ഒരുമിച്ചാണ് നമ്മൾ പാസ്സാവേണ്ടത്. നമുക്ക് പാസ്സാവാൻ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പേപ്പറിലും മിനിമം 40% മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓരോ പേപ്പറിലും ഇൻഡിവിജ്വൽ പേപ്പറിൽ 40% മാർക്കാണ് വേണ്ടത്. 100ലാണ് നമ്മൾക്ക് പേപ്പർ വരിക. അപ്പോൾ 100ൽ 40% എന്ന് പറയുമ്പോൾ 40 മാർക്ക് ഒരു പേപ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ പേപ്പർ നമ്മൾ പാസ്സാവുള്ളൂ. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 4 പേപ്പറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50% മാർക്കും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇൻഡിവിജ്വലി 40% മാർക്കും അഗ്രിഗേറ്റ് 50% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇൻ്റർമീഡിയറ്റിൻ്റെ ഈ ഒരു ഗ്രൂപ്പ് പാസ്സാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇൻ്റർമീഡിയറ്റിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പാണെങ്കിലും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ പേപ്പറിലും ഇപ്പോൾ ഈ പറയുന്ന 4 പേപ്പറിലും 40, 40, 40 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സായിട്ടുണ്ട്. പക്ഷേ ഫലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആവുകയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഓക്കെ 40 മാർക്ക് കിട്ടി, ഇൻഡിവിജ്വലി നിങ്ങൾ പാസ്സായിട്ടുണ്ട്. പക്ഷേ അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ, ഗ്രൂപ്പ് വൈസ് എടുക്കുമ്പോൾ 50% മാർക്ക് വേണമെന്നാണ് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ 50% എന്ന് പറയുന്നത് ഓരോ പേപ്പറിലും 100 മാർക്കാണ്. സോ ടോട്ടൽ 400 മാർക്സ് ഉണ്ട്. ഔട്ട് ഓഫ് 400 200 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ പാസ്സാവുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആവാണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇതിലെ ഒരു പേപ്പറിൽ മാത്രം ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ പേപ്പറിലും നിങ്ങൾ 50 മാർക്ക് വീതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി. കാരണം ഇൻഡിവിജ്വലി 40ലും മേലെ മാർക്കുണ്ട്. ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഗ്രൂപ്പ് നിങ്ങൾ ക്ലിയർ ചെയ്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആവറേജ് ഒരു 50 മാർക്കെങ്കിലും നമുക്ക് ഓരോ പേപ്പറിലും കിട്ടണം എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുക. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, ഇതിലേതെങ്കിലും ഒരു പേപ്പറിൽ 60ലും മേലെ മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് 60 മാർക്കിനേക്കാൾ മേലെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ബാക്കിയുള്ള പേപ്പർ കൂട്ടുമ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 200 എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ 40നേക്കാൾ കുറവായി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവാണ് ഉണ്ടാവുക. പക്ഷേ ആ 60 കിട്ടിയ പേപ്പർ അടുത്ത 3 അറ്റംപ്റ്റിന് നമ്മൾ എഴുതണ്ട, ബാക്കി 3 പേപ്പർ മാത്രം എഴുതിയാൽ മതി. ബാക്കി 3 പേപ്പറും കൂടി കൂട്ടി നമുക്ക് 150 മാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് പാസ്സായി. അങ്ങനെയും ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാസ്സാവാനായിട്ട് വേണ്ട ക്രൈറ്റീരിയനെ പറ്റിയിട്ട് പറയുന്നത്. ഇങ്ങനെയാണിത് പാസ്സാവുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ് കൂടി നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഓൾറെഡി ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആപ്പിലാണെങ്കിലും നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ്, അതുപോലെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളതിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് ബുക്കുകൾ അതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ആപ്പിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. മാത്രമല്ല പഠിപ്പിക്കുന്ന പ്രോബ്ലംസ് എന്താണോ അതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് നിർബന്ധമായിട്ടും ചെയ്തു നോക്കിയിട്ടുണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. ഓരോ വീക്കിലെയും ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഒരു ലൈവ് സെഷൻ, അതായത് ഇൻട്രാക്റ്റീവ് സെഷൻ, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്, ലൈവ് ക്ലാസ്സുകൾ കൂടാതെ ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് ഒരു സെഷൻ കൂടി നമ്മൾ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എക്സാംസ് ഓൺലൈനായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കൂടി നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസും ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാംസും ഉണ്ടാവും. ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റിന് നമ്മൾ കാണാൻ പോകുന്ന കരിക്കുലം. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫൈനലാണ്. ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. ഇതേപോലെ തന്നെ 2 ഗ്രൂപ്പ് തന്നെയാണ്. ഫൈനലിൽ നമുക്കുള്ളത് ഗ്രൂപ്പ് 3യും ഗ്രൂപ്പ് 4ഉം. അതിലും അതേ നമ്മൾ 8 പേപ്പറാണ് നമ്മൾ പഠിക്കുക. അതിലായിട്ട് നമുക്ക് മൊത്തം ഒരു കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 100 മണിക്കൂറിൻ്റെ കമ്പ്യൂട്ടർ ട്രെയിനിങ് വരുന്നുണ്ട്. ടാലി, MS ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കോഴ്സാണത്. അതുപോലെ തന്നെ ഒരു ഫൈനലിലേക്ക് ആവുന്ന സമയത്ത് ഒരു IOTP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തി അവിടെ
അവിടെ നമുക്കൊരു ട്രെയിനിങ് കിട്ടാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടൊരു സംഭവം അതുണ്ട്. പിന്നെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. ഔട്ട് ഓഫ് 3 ഇയേഴ്സ് 15 മന്ത്സിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലിൻ്റെ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർമീഡിയറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന CMA കോഴ്സിൻ്റെ ഒരു റൂട്ട് മാപ്പാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് എടുക്കുന്നത് അതെല്ലാം വൃത്തിയായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത്, വേറെ പഠിക്കും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മാക്സിമം ടൈം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന ഓരോ ക്ലാസ്സുകളിലും അതാത് ഫാക്കൽറ്റീസിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നേ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു രാജീവ് സാർ. ഐ ആം ബാക്ക്. ഇനി നമുക്ക് ഇൻപ്രോക്സിലെ നമ്മളുടെ സോൾജേഴ്സ് നമുക്ക് അവരെ പരിചയപ്പെടാം. അതായത് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ അവരായിട്ടായിരിക്കും. അതായത് നമ്മളുടെ ബാച്ച് കോർഡിനേറ്റർ, കോഴ്സ് കോർഡിനേറ്റേഴ്സ്, നമ്മളുടെ HR ഡയറക്ടേഴ്സ്, അവരൊക്കെ നമുക്ക് ഇനി പരിചയപ്പെടാം. ഓക്കെ, കാരണം ഇത് പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓഫീസായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ആക്സസ് പ്രസൻറ്റ് സെനാരിയോയിൽ എളുപ്പമല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പലരെയും ഫോണിലൂടെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ വിഷ്വൽസിലേക്ക് പോവാം. നമ്മളുടെ HR ഡയറക്ടർ മിത PM. ഓക്കെ, നിങ്ങളെ ഒരുപാട് എല്ലാവരും പരിചയമുള്ള ഒരാളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമ്മളുടെ അക്കാഡമിക് ഡയറക്ടറാണ് കിരൺ K. ദെൻ നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ഹരിത, ബാച്ച് കോർഡിനേറ്റർ ഷെറീന, ദെൻ ബാച്ച് കോർഡിനേറ്റർ വിവിധ, ദെൻ ബാച്ച് കോർഡിനേറ്റർ അഞ്ജന, അഗെയിൻ ബാച്ച് കോർഡിനേറ്റർ ബിന്ദു, ദെൻ ബാച്ച് കോർഡിനേറ്റർ അഖില അനിൽകുമാർ. ഇത്രയാണ് നമ്മളുടെ ഇൻപ്രോക്സിൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന നമ്മുടെ സേനാ അംഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് വിഷസ് അയക്കാൻ നമുക്ക് സാധിക്കാതെ വിഷസിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്യാമറ നമുക്ക് എത്താൻ പറ്റാതെ ഒരുപാട് പേര് വിഷസ് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് നമുക്ക് കുറച്ച് വിഷസ് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരത്തെ പ്രമുഖമായ പല കോളേജിലത്തെയും HODമാർ, പ്രിൻസിപ്പൽമാർ, അവർ നമുക്ക് കുറച്ച് പേര് വിഷസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഓക്കെ. Hi, good evening students. My name is Ashwin Matthew. I'm one of the director of Inprox Institute of Management. Today we are launching a new platform, new innovation, new session for the students in the name of FinXP. Today is the official inaugurating day. നമുക്ക് ഇന്നത്തെ സിറ്റുവേഷൻ അറിയാം. നമ്മളൊന്നും ഫേസ് ചെയ്യാത്ത ഒരു പുതിയ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇത്രമാത്രം എഫക്റ്റ് ചെയ്യാൻ ഉള്ളൊരു കാരണം നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റുഡൻസ് ഈ +2 കഴിഞ്ഞതും ഡിഗ്രി കഴിഞ്ഞതും ഒരു പുതിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പുതിയൊരു സ്റ്റഡീസിന് വേണ്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് നമ്പേഴ്സ് ഓഫ് കോൾസാണ് അവരുടെ പാരൻസിൽ നിന്നും സ്റ്റുഡൻസിൽ നിന്നും ഒരു ദിവസം കിട്ടുന്നത്. നമ്മൾ ഓൾ ഓവർ കേരള കരിയർ ഗൈഡൻസ് ഒക്കെ എടുക്കുമ്പോൾ അവർ നമ്മുടെ നമ്പറെല്ലാം നോട്ട് ചെയ്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഈവൻ ടീച്ചേഴ്സ് ദേ ആർ കോളിംഗ്. അവരുടെ പാരൻസ് വിളിക്കുന്നു, സ്റ്റുഡൻസിൻ്റെ പാരൻസ് വിളിക്കുന്നു, സ്റ്റുഡൻസ് വിളിക്കുന്നു, ടീച്ചേഴ്സ് വിളിക്കുന്നു. ദേ ഓൾ ടെൻസ്ഡ്. നമുക്ക് ഒറ്റ ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ, സെയിം ലൈക്ക് ദർ ഇസ് നോ ഡിഫറൻസ് ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഓൺലൈൻ ക്ലാസ്സസ്, even if it is in offline classes, classroom classes, there is not much difference. Only thing is നമ്മൾ 100% അതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കണം. There is no much difference. In online classes you may like newcomers, നിങ്ങൾ ഇതിൽ പുതിയതായിരിക്കാം, പക്ഷേ ഓൺലൈൻ ക്ലാസ്സസ് വി ഹാവ് ആൻ എക്സ്പീരിയൻസ് ലൈക്ക് മോർ ദാൻ 5 years എക്സ്പീരിയൻസ് ഫോർ ടീച്ചിങ് ഓൺലൈൻ ക്ലാസ്സസ് ഫോർ ദ എബ്രോഡ് സ്റ്റുഡൻസ്. നമുക്കതുകൊണ്ട് ഇതൊരു പുതുമയല്ല. പക്ഷേ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ദിസ് ഓൾ എ ന്യൂ പ്ലാറ്റ്ഫോം. ഇറ്റ്സ് പ്യൂർലി ഫോർ മോൾഡിങ് യു ബിക്കം എ CMA ഓർ എ പ്രൊഫഷണൽ.
അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഒരു ടെൻഷൻ അടിക്കേണ്ട. ഈ പേര് പോലെ തന്നെ FinXP എന്ന പേര് പോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഫിനാൻഷ്യൽ എക്സ്പേർട്സും പ്രൊഫഷണൽസും ആണ്. പ്യൂർലി എക്സ്പീരിയൻസ് പീപ്പിൾസ് ടു സപ്പോർട്ട് യു ഗസ്. അപ്പോൾ പ്യൂർലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസ് തരും, ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരും. ഒൺലി തിങ് ഈസ് നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുക. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള 100% ഞങ്ങൾക്ക് തരിക. ബാലൻസ് ഓൾ വി വിൽ സപ്പോർട്ട്. സോ ഇറ്റ്സ് അവർ ഗ്യാരണ്ടി. So today we are inaugurating this session and we are like giving all our supports to the students. നിങ്ങളോട് ചേർന്ന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. സോ ഐ ആം വാംലി വെൽക്കം യു ഓൾ ഗൈസ്. നിങ്ങളെല്ലാവരെയും ഇതിനകത്തേക്ക് ഞാൻ വെൽക്കം ചെയ്യണം നമ്മുടെ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക്. മോർ ഓവർ ഐ ആം വിഷിംഗ് യു ഓൾ ഫോർ ദ ഗുഡ് സക്സസ്. ഓക്കെ, താങ്ക്സ്. പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ ഫ്യൂച്ചർ CMAസിനും ആദ്യമേ തന്നെ എന്റെ ആശംസകൾ നേരുന്നു. ആ ഫ്യൂച്ചർ CMA എന്ന് പറയുന്നത് ഞങ്ങൾ അത്രയും കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പറയുന്നത്. ബിക്കോസ് യുവർ സക്സസ് ഈസ് അവർ ഓൺലി ഡ്രീം. നിങ്ങളുടെ റിസൾട്ട് മാത്രമാണ് ഞങ്ങളുടെ വിജയം. നിങ്ങളെ ആ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ഡെഡിക്കേഷൻസും ഉണ്ടാവും. Hello students, welcome to InProx. This is your teacher Nabil Moffat. Professional courses in join ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ hearty congratulations and once again I warmly welcome you all to InProx for a better future. ഏത് കോഴ്സസും നിങ്ങൾ ജോയിൻ ചെയ്ത എല്ലാവരും പറയുന്ന ആദ്യത്തെ വേർഡാണ് ടേണിംഗ് പോയിന്റ്. നമ്മൾ ഒരുപാട് കേട്ടിട്ട് ടേണിംഗ് പോയിന്റ്. എന്നിട്ട് ആരെങ്കിലും ടേണിംഗ് പോയിന്റ് കണ്ടോ എന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടേണിംഗ് പോയിന്റ്, +1 കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടേണിംഗ് പോയിന്റ്, ഡിഗ്രി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടേണിംഗ് പോയിന്റ്, ആൻഡ് ഈവൻ കല്യാണം കഴിച്ചാൽ വരെ പറയും ടേണിംഗ് പോയിന്റ്. ബിക്കോസ് ഐ നോ ഞാൻ കല്യാണം കഴിച്ചതാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ടേണിംഗ് പോയിന്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഐ നോ ദാറ്റ്. So everywhere ഞാൻ സെയിം നിങ്ങളെ പോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് വന്നതാണ്. There was no turning point. ഡിഗ്രി കഴിഞ്ഞു, +2 കഴിഞ്ഞു. There was no turning point. ഡിഗ്രി കഴിഞ്ഞു. എന്തൊക്കെ ടേണിംഗ് പോയിന്റ് കിട്ടിയെന്ന് വെച്ചാൽ ടേണിംഗ് പോയിന്റ് അല്ല, സംതിങ് ഹാസ് ഹാപ്പൻഡ് ഡ്യൂറിംഗ് ദ ഡിഗ്രി. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഐ ഫെയിൽഡ്. 2 പേപ്പറിൽ ഞാൻ ഫെയിലായി. തേർഡ് ഇയർ പഠിക്കുമ്പോൾ അഗൈൻ ഞാൻ ഫെയിലായി. പക്ഷെ ആ ഫെയിൽ ആയിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ എന്ത് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഒരു കേസ് ഫയൽ ചെയ്തു. പക്ഷേ അവസാനം at the end of the day പാസ്സായി. സോ ഞാൻ എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു MBA എടുക്കണം എന്നുള്ളത്. എന്റെ ഭയങ്കര വലിയ ആഗ്രഹം ഡ്യൂറിംഗ് 10th സ്റ്റാൻഡേർഡ് മുതൽ ആഗ്രഹമായിരുന്നു MBA എടുക്കണം എന്നുള്ളത്, ടു ബിക്കം an MBA ഹോൾഡർ. അപ്പൊ ഞാനിങ്ങനെ MBA എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ തിങ്സും നോക്കിയപ്പോൾ എവരിബഡി വാസ് an MBA. എല്ലാവരുടെ കയ്യിലും MBA ഉണ്ട്. സോ എനിക്ക് എല്ലാവരും എടുക്കുന്ന സെയിം കോഴ്സിൽ പോയിട്ട് കാര്യമില്ല. കാരണം സപ്ലൈ കൂടി കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ ബേസിക് ആയി എക്കണോമിക്സിൽ പഠിച്ചൊരു കാര്യമാണ്. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ദ MBA. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഐ സെർച്ച് ഫോർ സം അതർ തിങ്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആണ് ഞാൻ വിചാരിച്ചു. കുറച്ച് ആളുകളുള്ളൂ, പക്ഷേ ഇറ്റ് ഹാസ് സോ മച്ച് ഓഫ് വാല്യൂ. സോ ഐ ചൂസ് പ്രൊഫഷണൽ കോഴ്സ്. സോ വാട്ട് ഹാസ് ഹാപ്പൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫ് ആയോ എന്നുള്ളത്, എന്റെ ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫ് ആയോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഞാൻ നോക്കി ഡസ് ദാറ്റ് ചേഞ്ച് എനിത്തിങ്? നത്തിങ് വാസ് ചേഞ്ച്. ഞാൻ ഇങ്ങനെ എന്റെ ടേണിംഗ് പോയിന്റ് ഇങ്ങനെ ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ നത്തിങ് വാസ് റിസീവ് ടിൽ ദ എൻഡ് ഓഫ് ദി ഡിഗ്രി. ആൻഡ് ഞാൻ ഇങ്ങനെ നെക്സ്റ്റ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്ത് automatically from the very start എനിക്ക് education or my knowledge it has increased. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ പഠിച്ചത് ഇതിനായിരുന്നില്ലേ, ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കിയ വെറുതെ ടാലി ബിസിനസ് ആയിരുന്നില്ല. ആക്ച്വലി അതിൽ ഒരുപാട് ഉപകാരമില്ലേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ പഠിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് എത്രത്തോളം ഒരു ബിസിനസ്മാൻ ഉപയോഗം ചെയ്യുന്നതൊക്കെ ഞാൻ ആദ്യമായി അന്ന് പഠിച്ചു. സോ ഐ തോട്ട് എവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫ് വരാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിക്കുമ്പോൾ എല്ലായിടത്തും പറയുമ്പോൾ CMA എന്ന് പറഞ്ഞാൽ ഐ ടുക്ക് CMA ഇൻഫാക്ട്. അപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ നോബഡി നോസ് വാട്ട് ഈസ് CMA, ഇത് CA പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. എന്നിരുന്നാലും ആളുകൾക്ക് ഒരു റെസ്പെക്ട് തരാൻ പറ്റി. അപ്പൊ ഞാൻ +2 കോമേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു സുരാജ് വെച്ച പോലത്തെ ഒരു ഫേസ് ആയിരുന്നു. ഇല്ല ഡിഗ്രി BCom ആണെന്ന് പറഞ്ഞാലും ആളുകളുടെ ഇടയിൽ ബട്ട് CMA CA ഒക്കെ പോലെ തന്നെ അല്ലേ, ഓക്കെ ഇറ്റ്സ് ഗ്രേറ്റ്. ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ തരാൻ തുടങ്ങി. ആൻഡ് ഓൾസോ എനിക്ക് തന്നെ സ്വന്തം തോന്നി യെസ് ഐ എം പ്രൗഡ് ഓഫ് ദിസ്. ആളുകളൊക്കെ കുറച്ച് തീർക്കുന്നുണ്ടല്ലേ. ഞാൻ പോരുന്നൊക്കെ CMA എന്ന് പറയുമ്പോൾ ഓക്കെ ഗൾഫിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി CMA. സോ എല്ലാവരും ഇങ്ങനെ ഓക്കെ ഗ്രേറ്റ്. എന്നാൽ ഞാൻ ഈ സംഭവം വെച്ചു. ഞാൻ എന്റെ നോളജ് വെച്ചിട്ട് കംപ്ലീറ്റ് നോളജ് എന്തൊക്കെ ഉണ്ടോ ഐ സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അറ്റ് എ വെരി യങ് ഏജിൽ ഞാൻ ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് ബിസിനസ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു ടീച്ചർ. അപ്പൊ ഞാൻ ഈ പഠിച്ച കംപ്ലീറ്റ് നോളജ് ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഐ ബിക്കം എ ടീച്ചർ ആസ് വെൽ ആസ് എ ബിസിനസ് മാൻ. രണ്ടും അറ്റ് ദ സെയിം ടൈം എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. സോ ഡിഡ് ദാറ്റ് ചേഞ്ച്? യെസ് ഇറ്റ് ഡിഡ്.
ബിസിനസ്മാൻ ഓട്ടോമാറ്റിക്കലി ഈ നോളജ് വെച്ചിട്ടാണ് ബിസിനസ് ചെയ്തത് ഞാൻ. ഓട്ടോമാറ്റിക്കലി എൻ്റെ എല്ലാ തിങ്സും ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ ദ ലൈഫ് സ്റ്റൈൽ. ടീഷർട്ടും ഇതൊക്കെ ഇട്ടിരുന്ന ആൾ ഓൾ ഓഫ് എ സഡൻ കോട്ടും തിങ്സും ഒക്കെ വീക്കെൻഡ്സിൽ ഞാൻ ഇപ്പോഴും ടീഷർട്ടും തിങ്സും ഒക്കെ ഇടുന്നുണ്ട്. ബട്ട് നോർമൽ ഡേയ്സിൽ ബിക്കംസ് കോട്ടും തിങ്സും ഒക്കെ എൻ്റെ സ്റ്റാൻഡ് ഓഫ് ലിവിംഗ് തന്നെ മാറി. ഇൻകം വരാൻ തുടങ്ങി. ഫുള്ള് കംപ്ലീറ്റ് പണ്ടും ബ്രാൻഡ് ആയിരുന്നു, ഒന്നും കൂടെ എക്സ്ട്രാ ബ്രാൻഡ് ആയി തുടങ്ങി. നിങ്ങൾ ബ്രാൻഡ് വാങ്ങണമെന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. തിങ്സ് ഗോട്ട് ചേഞ്ച്. എന്തൊക്കെ ചേഞ്ച്? ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് ചേഞ്ചസ്. ആളുകളുടെ ഇടയിൽ ഒരു റെപ്യൂട്ടേഷൻ വരണം, ബിസിനസ് മാൻ ആൻഡ് ടീച്ചർ. അപ്പൊ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ആളുകൾക്ക് ഞാൻ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങി. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഓട്ടോമാറ്റിക്കാണ്. ഓരോ സ്റ്റുഡൻസിനും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എങ്ങനെ ബിസിനസ് ഉണ്ട് എവറിത്തിങ് ചേഞ്ച് തുടങ്ങി. ഓട്ടോമാറ്റിക്കലി മൈ ലൈഫ് ചേഞ്ചസ്. സോ വാട്ട് വാസ് ദ ടേണിംഗ് പോയിന്റ്? ഞാൻ ആലോചിച്ചപ്പോൾ യെസ്, എപ്പോൾ മുതൽ ഡിഗ്രി വരെ ഒരു ടേണിംഗ് പോയിന്റ് ഓഫ് ലൈഫ് ഇല്ലാത്ത എനിക്ക് ഓട്ടോമാറ്റിക്കലി ദ ടേണിംഗ് പോയിന്റ് കംസ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് ഫുള്ള് നെഗറ്റീവ് ആയിട്ട് പോയി എന്ന് പറഞ്ഞ പോലെ എങ്ങനെയായിരുന്നുള്ള അതിന്റെ ഫുൾ ഓപ്പോസിറ്റ്. റെസ്പെക്ട് തരാത്ത ആളുകൾ റെസ്പെക്ട് തരാൻ തുടങ്ങി. ഈവൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ വരെ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ പോലീസ് ഹെൽമെറ്റ് ഇടാതെ പോലീസ് പിടിച്ച സമയത്ത് അവരെന്റെ അടുത്ത് ജേണൽ എൻട്രി ചോദിച്ചു. എനിക്ക് ജേണൽ എൻട്രി നോ വേ, എനിക്കതറിയില്ല. അപ്പൊ ജേണൽ എൻട്രി ചോദിച്ചപ്പോൾ എനിക്ക് അറിയാഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഫ്രോഡാണ്. ഈ സെയിം പോലീസ് അഗൈൻ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു what do you do? ഞാൻ ഐ എം എ CMA ആൻഡ് ഓൾസോ ഐ എം എ ടീച്ചർ. അപ്പൊ അയാൾ എന്തെന്ന് വെച്ചാൽ നിങ്ങളെ പോലെ പഠിച്ച ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ സർ? എന്നെ അന്ന് അവിടുന്ന് ചീത്ത പറഞ്ഞ പോലീസുകാരൻ തന്നെ സർ. Who gave me this? It's because of the professional course. So turning point ആണോ? Yes, the real turning point of life എന്റെ ഉള്ളിൽ ശരിക്കും വന്നു. പ്ലസ് 1 ഡിഗ്രിയിൽ ഒന്നും ആയിരുന്നില്ല, the real point ശരിക്കും വന്നു. സോ നിങ്ങൾ ഒരിക്കലും എടുത്ത കോഴ്സ് എന്താണെന്നുള്ളത് പ്രൗഡ് ആയിട്ടാണ് നമുക്ക്, ബട്ട് അഹങ്കരിക്കരുത്. നമുക്ക് പാസ്സാവുള്ളതാണ്, കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷെ എത്ര കാലങ്ങൾ ഞാൻ ഇത് എടുക്കുന്നുള്ള നല്ലൊരു ദൃഢപ്രതിജ്ഞ മലയാളത്തിൽ ദൃഢപ്രതിജ്ഞ എടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലായി നമുക്ക് ജയിക്കാൻ പറ്റും. ആര് പറയുന്നു നോക്കണ്ട, ഒരുപാട് ക്രാബ്സ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അവർക്ക് നമ്മളങ്ങനെ പിടിച്ചു വലിക്കും. നോക്കൂ, ഡോണ്ട് മൈൻഡ്, ഒന്നും നോക്കരുത്. ഇഫ് യു ഹാവ് എ വിൽ there is a way. So I welcome you to InProx for a better future again. Thank you. ഹായ്, ഐ ആം മുസമ്മിൽ. ഡിഗ്രി കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഡിഗ്രി കോഴ്സുകൾക്ക് ശേഷം ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടും ലോകോത്തര കോഴ്സുകളിൽ ഒന്നായ CMA കോസ്റ്റ് അക്കൗണ്ടന്റ് നിങ്ങൾ സെലക്ട് ചെയ്തതിൽ വീണ്ടും ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. കൂടാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്റെ വിജയാശംസകൾ നേരുന്നു. സോ ഇനി നമുക്ക് മറ്റു ക്ലാസുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ സീതാലക്ഷ്മി MP, അസിസ്റ്റന്റ് പ്രൊഫസർ, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കൊഴിഞ്ഞാമ്പാറ. ഇൻപ്രോക്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും CMA കോഴ്സിലേക്ക് സ്വാഗതം. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി തീർച്ചയായും നിങ്ങളുടെ കരിയർ മികച്ചതാക്കാൻ ഉതകുന്ന പ്രൊഫഷണൽ കോഴ്സാണ്. ഡിഗ്രിക്ക് ശേഷം മറ്റ് PG കോഴ്സുകൾക്ക് പോകാതെ പ്രൊഫഷണൽ കോഴ്സായ CMA തിരഞ്ഞെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഇൻപ്രോക്സിൻ്റെ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ FinXPയിലൂടെ നിങ്ങളുടെ പഠനം ഏറ്റവും മികച്ചതാവട്ടെ. ഹായ് സ്റ്റുഡൻസ് ഓഫ് ഇൻപ്രോക്സ്, ഏവർക്കും നമസ്കാരം. ഞാൻ ജോളി സാർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ്, സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടക്കലുമാണ്. ഞാനിവിടെ സമയമായിരിക്കുക നിങ്ങൾ ഏവരെയും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി CMA എന്ന പ്രൊഫഷണൽ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുവാനാണ്. ഡിഗ്രി പഠനത്തിന് ശേഷം വളരെ ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സായ CMA തിരഞ്ഞെടുത്ത നിങ്ങളേവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും ഞാൻ ഈ സമയം നിങ്ങൾക്ക് നേരുന്നു. അതുപോലെ തന്നെ ഡിഗ്രി പഠനത്തിലൂടെ നിങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ ഇൻപ്രോക്സ് എന്ന മഹത്തായ സ്ഥാപനത്തിലൂടെ CMA എന്ന പ്രൊഫഷണൽ കോഴ്സിന് ചട്ടക്കൂടിലൂടെ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനാകും, നല്ലൊരു വിജയം നേടാനാകും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇൻപ്രോക്സ് എന്ന സ്ഥാപനത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ FinXP നിങ്ങൾക്ക് നല്ലൊരു അധ്യയനം ഉറപ്പായി പ്രദാനം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിനെ പ്രാർത്ഥിക്കുന്നു. ഇൻപ്രോക്സിലെ എല്ലാവരെയും, ഇൻപ്രോക്സിലെ എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാവിധ പ്രാർത്ഥന ആശംസകളും വിജയാശംസകളും നേരുന്നു. ഓക്കെ. Dear students, ഞാൻ MC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അലൈഡ് മാനേജ്മെൻറ്റ് കോളേജിലെ പ്രിൻസിപ്പളാണ് ഡോക്ടർ ബൈജു കെ. ഇൻപ്രോക്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CMA കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു.
CMA കോഴ്സ് തീർച്ചയായും നിങ്ങളുടെ കരിയർ മികച്ചതാക്കാൻ ഉതകുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. കൂടാതെ ഡിഗ്രിക്ക് ശേഷം ഈ CMA കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ പുതിയ ഈ പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇതിൽ നിങ്ങളുടെ പഠനം നല്ല രീതിയിലാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ഇന്ത്യൻ CMAയുടെ നിങ്ങളുടെ ബാച്ച് കോർഡിനേറ്റർ വിവിധ മാഡം ആണ്. അപ്പോൾ വിവിധ മാഡം ആയിരിക്കും നിങ്ങളെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ക്ലാസ്സുകൾ മൺഡേ ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്ലാസ് ടാക്സിൻ്റെ ക്ലാസ് ആയിരിക്കും, ഡയറക്റ്റ് ടാക്സിൻ്റെ ക്ലാസ് ആയിരിക്കും, നമ്മളുടെ രാജീവ് സാറിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അത് മൺഡേ 10 o'clock സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും FinExpയിൽ നമുക്ക് കിട്ടും. ഇന്ന് FinExp ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബാച്ചിലേക്ക് ആഡ് ചെയ്യും. ആ ബാച്ചിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾക്ക് നമ്മളുടെ പ്രിൻറ്റിങ് മെറ്റീരിയൽസ്, വീഡിയോസ് എല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. പിന്നെ ബാക്കിയുള്ള ടൈം ടേബിൾ എവറിത്തിങ് വിൽ ബി ഇൻ ദി FinExp. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിർത്താണ്. നമുക്ക് ഇനി FinExpയിൽ കാണാം. ഓക്കെ, താങ്ക് യു.